ഇപ്പോൾ ഷാബു പ്രസാദ് ഉണ്ട് BJP-യിൽ നിന്ന്. ഷാബു പ്രസാദ്, സംഘടനാ തെരഞ്ഞെടുപ്പ് BJP-യിൽ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് സ്വാഭാവികമായി നടക്കണം. സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ അത് നടക്കേണ്ടതാണ്. കേരളത്തിൽ അതിൻ്റെ ഭാഗമായി ഒരു അധ്യക്ഷ തലത്തിൽ മാറ്റമുണ്ടാകുമോ എന്ന ചർച്ചയാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ പല രൂപങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. അവിടെയാണ് പുതിയ നേതൃസ്ഥാനത്തേക്ക് പുതിയ പേരുകൾ പരിഗണിക്കപ്പെടുന്നു എന്ന സാധ്യത. എന്താണ് നിങ്ങളുടെ പാർട്ടിയിൽ അത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിലേക്ക് പുതിയ പേരുകൾ പരിഗണിക്കപ്പെടുമ്പോൾ അതിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, ഇപ്പൊ നിങ്ങള് എന്നെ BJP-യിൽ നിന്ന് ഷാബു പ്രസാദ് എന്നൊക്കെ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ BJP-യിലെ ഔദ്യോഗികമായിട്ടുള്ള ആളൊന്നുമല്ല. BJP-യിൽ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളാണ്. അപ്പം ഹലോ, കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പം BJP-യിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പൊ വരികയാണ്. അധ്യക്ഷന്മാരും ഇവിടെ നിന്നല്ല, കേരളത്തിലെന്നല്ല, രാജ്യത്തെ 15 സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർ മാറാൻ പോവുകയാണ്. ദേശീയ തലത്തിൽ തന്നെ അധ്യക്ഷന്മാരും. അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിലും അധ്യക്ഷന്മാരും. അപ്പം ആര് എന്ത് എന്നൊക്കെ ഉള്ളത് ആ സംഘടന തീരുമാനിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ ശ്രീ സജീവൻ പറയുന്നത് കേട്ടു, ഒരു ജനകീയ മുഖമാകുന്നതാണ് നല്ലത്, അങ്ങനെയുള്ള ആൾക്കാർ വരട്ടെ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടു. BJP-ക്ക് ഒരു രീതിയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. ഒട്ടും ജനകീയരല്ലാത്തവരെ നേതൃത്വത്തിലേക്ക് കൊണ്ട് ജനകീയരാക്കി മാറ്റുന്ന ഒരു സിസ്റ്റം കൂടെ BJP-ക്ക് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. 2001 വരെ അദ്ദേഹം ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ്. ഒട്ടും, അതായത് മാധ്യമപ്രവർത്തകർക്ക് പുറത്ത് എത്ര പേർക്ക് അന്ന് 2000-ലൊക്കെ നരേന്ദ്രമോദിയെ അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒട്ടും ജനകീയത ഇല്ലാതിരുന്ന ഒരു വ്യക്തിയെ ആ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നീടുണ്ടായ മാറ്റം എന്താണ്? നരേന്ദ്രമോദി എന്നുള്ള ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ജനകീയനായ ഒരു നേതാവായി വളരുന്ന കാഴ്ച നമ്മുടെ കൺമുമ്പിൽ കണ്ടതാണ്. അതേപോലെ തന്നെ 1990 മുരളി മനോഹർ ജോഷി, LK അദ്വാനിയുടെ പിൻഗാമിയായി വന്ന മുരളി മനോഹർ ജോഷി നേതൃത്വത്തിൽ വന്ന് അങ്ങനെ ജനകീയനായ വ്യക്തിയാണ്. അങ്ങനെ ഇഷ്ടംപോലെ എക്സാമ്പിൾ BJP-ക്കകത്തുണ്ട്, സംഘപരിവാറിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇപ്പോൾ വലിയ ജനസ്വീകാര്യതയുള്ള എല്ലാവരും അറിയുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ എനിക്കറിയില്ല. എന്തായാലും BJP-യിൽ ഈ നേതൃത്വത്തിലേക്ക് വരാൻ ആ ഒരു കാലിബറുള്ള ഒരുപാട് വ്യക്തികളുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലെ ആരെങ്കിലും സംഘടന എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ശോഭാ സുരേന്ദ്രനായാലും MD രമേശ് ആയാലും കെ സുരേന്ദ്രനായാലും അങ്ങനെ ഒരുപാട് ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട്. അങ്ങനെ ലീഡേഴ്സിനെ വളർത്തിക്കൊണ്ടുവരുന്ന, ഓരോ ജനറേഷൻ വൈസ് ലീഡേഴ്സിനെ വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു സിസ്റ്റം BJP-ക്കും സംഘപരിവാറിനും ഉണ്ട്. മറ്റ് സംഘടനകൾക്കില്ല. ഒരുപാട് പേരെ അങ്ങനെ വളർത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സമ്മതിക്കുന്നു. ഈ ഷാബു പ്രസാദ്, താങ്കൾ ഈ BJP രാഷ്ട്രീയം ഏറ്റവും അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്ന ഒരാളുടെ രീതിയിൽ തന്നെ ചോദിക്കുകയാണ്. കെ സുരേന്ദ്രന് തുടരാൻ കഴിയാത്ത ഒരു സംഘടനാ പ്രതിസന്ധി BJP-യിൽ ഇപ്പോൾ നിലവിലില്ലേ? കാരണം വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. ഇപ്പോൾ ദേശീയ നേതൃത്വം സുരേന്ദ്രൻ തുടരട്ടെ എന്ന് തീരുമാനിച്ചാൽ പോലും പരസ്യമോ അല്ലാതെയോമായ പ്രതിഷേധം ഉന്നയിക്കാൻ കഴിയുന്ന നേതാക്കളുടെ നിര ഇവിടെ ഉണ്ട്. കാരണം ആ തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. താങ്കൾ അത് കാണുന്നില്ലേ? അങ്ങനത്തെ ഒരു സാഹചര്യം താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? എന്റെ പൊന്നു സുഹൃത്തെ, BJP-ക്ക് ഒരു സിസ്റ്റമുണ്ട്. ഒരു വ്യക്തിക്ക് 2 പ്രാവശ്യത്തിൽ കൂടുതൽ തുടർച്ചയായി 2 ടൈമിൽ കൂടുതൽ പ്രസിഡന്റ് ആയിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ കാര്യം സംഘടനയ്ക്ക് തീരുമാനിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ മാറും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ ഒരു കാര്യം, LK അദ്വാനി മാറിയില്ലേ? അദ്ദേഹത്തിന്റെ 2 ടൈം കഴിഞ്ഞപ്പോൾ. രാജ്നാഥ് സിംഗ് മാറിയില്ലേ? ഇപ്പോൾ അമിത്ഷാ മാറിയില്ലേ? JP നദ്ദ മാറാൻ പോകുന്നു. അത് BJP-യിൽ ഒരാൾ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആജീവനാന്തം ആചന്ദ്രതാരം, അയാൾ ആജീവനാന്തം പ്രസിഡന്റായി ചത്ത് കട്ടിൽ കഴിയുന്നതും വരെ അയാൾ തന്നെ നേതാവായിരിക്കുന്ന ഏർപ്പാട് BJP-യിൽ ഇല്ല സഹോദര. ശരി, ആയിക്കോട്ടെ. അങ്ങനത്തെ ഏർപ്പാട് ഇവിടെ ഇല്ല. നിങ്ങൾ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിൽ അങ്ങനെ ഉള്ളത് കണ്ടു കാണും. ഒരു കുടുംബത്തിന് പ്രസിഡന്റ് സ്ഥാനമോ അല്ലെങ്കിൽ നേതൃസ്ഥാനോ ഒരു കുടുംബത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തീരെഴുതി കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളെ നോക്കി ഇതിനെ വിലയിരുത്തുന്നതിന്റെ പ്രശ്നമാണത്. അതെ, പക്ഷേ ഇത് ഞങ്ങൾ വിലയിരുത്തുന്ന പ്രശ്നമല്ല സുഹൃത്തെ. അതായത് ഈ സുരേന്ദ്രന് മാറുമെന്ന ചർച്ചകൾ നടക്കുമ്പോൾ ചിലപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് വിശദീകരിക്കുന്നത്. മാറുമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന ചോദ്യം സ്വാഭാവികമായി ഉന്നയിച്ചത് മാത്രം. പ്രശ്നം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ,
നിങ്ങൾക്ക് ഈ BJPക്കുള്ളിൽ നിന്ന് BJPയിൽ അങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ വാർത്തകൾ ചോർത്തി തരുന്നവർ ആരായാലും ശരി, ചോർത്തി തരുന്ന നിങ്ങൾക്ക് ആധികാരികമെന്ന് കരുതി നിങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ എവിടെ നിന്നായാലും ശരി, നിങ്ങളെ നല്ല സുന്ദരമായിട്ട് വിഡ്ഢികളാക്കുകയാണ്. അപ്പൊ എന്തായാലും സുരേന്ദ്രൻ മാറുമെന്ന് താങ്കൾ തന്നെ ഉറപ്പിക്കുന്നു. രണ്ടാമതൊരു കാര്യമുള്ളത്, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഇപ്പോൾ തലസ്ഥാനത്തൊക്കെ വീണ്ടും സജീവമായി ചർച്ചകൾ ഉയരുകയാണ്. ഇന്നലെ തന്നെ അദ്ദേഹം പൊതുവിഷയങ്ങൾ, കേരള വിഷയങ്ങളിൽ സജീവമായി വീണ്ടും ഇടപെട്ട മാധ്യമങ്ങൾക്ക് റിലീസൊക്കെ കൈമാറുന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത എത്രമാത്രമുണ്ട്? താങ്കൾ അങ്ങനെ കാണുന്നുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ BJP ആണ്, സംഘപരിവാറാണ്. ആര് വേണമെങ്കിൽ വരാം. ഇന്നലെ വരെ അറിവില്ലാതിരുന്ന ഒരു വ്യക്തി പോലും വന്ന് ഒരു വളരെ ഉന്നതമായ നേതൃസ്ഥാനത്തേക്ക് എത്തി ജനകീയനാവുന്ന, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു അതാണ് BJPയുടെ ഒരു രീതി എന്ന് പറയുന്നത്, സംഘപരിവാറിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രൊഡക്റ്റ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വളരെ നേരിയ മാർജിനിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം ഇനിയും കേരളത്തിലെ ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട്, കേരളത്തിന്റെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടാകും. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേച്ചറുള്ള ഒരു വ്യക്തി ആ ലെവലിൽ തന്നെ പ്രതികരിച്ചു എന്ന് വരും, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ നിൽക്കും. അതിനെ നിങ്ങൾ വേറെ രീതിയിലും കാണുന്നില്ല, കാണേണ്ട കാര്യമില്ല. ഈ കുമ്മനം രാജശേഖരനെ പോലെ നമുക്കറിയാലോ, BJPയുടെ രാഷ്ട്രീയ രംഗത്ത് സംഘടന ആ തരത്തിൽ ഇടപെടാതിരുന്ന സംഘപരിവാറിന്റെ മറ്റു ചുമതലകൾ നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് BJPയുടെ ചുമതലയിലേക്ക് സംസ്ഥാന അധ്യക്ഷനായി പെട്ടെന്ന് കടന്നു വന്നത്. പക്ഷേ അതത്ര വിജയകരമായ ഒരു പരീക്ഷണമായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ അത്ര കണ്ട് BJP രാഷ്ട്രീയത്തിൽ സജീവവുമല്ല. അങ്ങനെയെങ്കിൽ അത്തരം പരീക്ഷണങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് BJPയുടെ ഒരു രീതി ഞാൻ പറഞ്ഞു. അതിനകത്ത് ഏത് രീതി, അതായത് സംഘടനയ്ക്ക് ഉചിതമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് നന്നാകും, അല്ലെങ്കിൽ ആ പ്രയോജനം ഉണ്ടാകും എന്ന് തോന്നുന്ന ആരും പ്രസിഡന്റ് ആകാം. ഇതിന്റെ അകത്ത് ആരും നേതൃത്വത്തിലേക്ക് വരാം. അതിന്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അതിന്റെ അകത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും കഴിയില്ല. ഈ ഒരു കാര്യം കൂടി അവസാനിക്കുമ്പോൾ, ഈ ശോഭാ സുരേന്ദ്രൻ എന്ന പേര്, ഒരു വനിത എന്നതിനപ്പുറം അവർ സംഘടനാ തലത്തിൽ BJP ചില വിമത നീക്കങ്ങൾ നടത്തി ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ പരസ്യമായി പറഞ്ഞിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു സാധ്യത എത്രമാത്രം ഈ BJPയുടെ സംഘടനാ രീതി നേരിട്ട് അടുത്തറിയാവുന്ന ഒരാളെന്ന രീതിയിൽ കൂടി ചോദിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ എത്രമാത്രം സാധ്യത കൽപ്പിക്കാം സംസ്ഥാന നേതൃത്വം? ഇപ്പോഴത്തെ കേരളത്തിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് ആ രീതിയിൽ ആൾക്കാരെ കാലിബറോടുകൂടി വളർത്തുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട് ഇതില്. അല്ലാതെ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് വളർത്തുന്നില്ല. ആൾക്കാർക്ക് അവസരം നൽകും, പ്രവർത്തിക്കാനുള്ള അവസരം നൽകും. ഓരോരുത്തർ അവരുടെ കാലിബറിനനുസരിച്ച് വളർന്ന് വികസിക്കാനുള്ള എല്ലാം ഇതിന്റെ സാഹചര്യങ്ങളുണ്ട്. ശോഭാ സുരേന്ദ്രൻ തീർച്ചയായും അതിനുള്ള യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. MT രമേശ്, അങ്ങനെ BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോഴത്തെ കേരളത്തിലെ ഞാൻ പറഞ്ഞല്ലോ, ഗാലക്സി ഓഫ് പീപ്പിൾ ഉണ്ട്. ഇവരെല്ലാവരും യോഗ്യരാണ്. ശോഭാ സുരേന്ദ്രനും അതിന് യോഗ്യതയുള്ള വ്യക്തിയാണ്. ശരി, വളരെ നന്ദി ഷാബു പ്രസാദ് പ്രതികരിച്ചതിന്. എന്തായാലും K. സുരേന്ദ്രൻ അധ്യക്ഷ തലത്തിൽ ഉണ്ടാവില്ല എന്നതാണ് BJP രാഷ്ട്രീയം വലത് നിരീക്ഷകൻ കൂടിയായ അദ്ദേഹം വ്യക്തമാക്കുന്നത്.